ഞാൻ തൂത്തൊക്കെ വാരി എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടാണ്ടായിരുന്നു കേട്ടോ. മുറിനെ വൃത്തിയാക്കി ഇട്ടപ്പോഴാണ് ഇന്നലെ ഞാനായിരുന്നു പോയപ്പോൾ ഒരു ഡ്രസ്സ് മേടിച്ചു കേട്ടോ. ഡ്രസ്സ് എന്ന് വെച്ചാൽ കാത്തൂന് സ്കേർട്ടാട്ടോ. അപ്പോൾ ഇത് തന്നെ സെയിം എനിക്ക് അവിടെ കിട്ടിയതാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് എക്സൽ ആയിരുന്നു കേട്ടോ. എക്സൽ എനിക്ക് പാകമായില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ അപ്പോൾ കളർ ചേഞ്ച് ആയിട്ടാണ് കിട്ടിയത്. കളർ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഗ്രീനാണ് എനിക്ക് കിട്ടിയത്. ഗ്രീന് ഇതാണ്ടേ ഇങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ്. കൈ ഉണ്ട് കേട്ടോ. കൈ വെക്കേണ്ടവർക്ക് കൈ വെക്കാം. ഇതിനകത്തുണ്ട് കേട്ടോ. സ്കേർട്ടിനകത്താണ് കൈ ഒരു വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ആറ്റിയാൽ പൊങ്കാലയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർക്ക് കൊച്ചിന് താരം വരുന്നുണ്ട്. അപ്പോൾ താരം എടുക്കുമ്പോൾ നമുക്ക് ഇട്ടിട്ട് പോലെ നോർത്താൽ നല്ല കോസ്റ്റ്യൂമല്ലേ. അമ്മയും മകൾ ഒരുപോലെ ഞാൻ എടുത്ത ഗൈസ് ഈ ഡ്രസ്സ്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, സൈസ് മാറിയപ്പോൾ കിട്ടിയില്ല. അപ്പം കഴിച്ച് എനിക്ക് തൂത്ത് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. പേരൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കണം. എന്താ പറയുന്നത്, എല്ലാവർക്കും അറിയാലോ മനേണ്ണ ഇവിടെ ഇല്ല. മനേട്ടൻ പോയേക്കോ ആണോ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും വിളിച്ചിട്ടേ ഇരിക്കും കേട്ടോ. മനേണ്ണ ഭയങ്കര സങ്കടമാണ്. മനേണ്ണ ഏറെ ഞങ്ങൾക്ക് സങ്കടമാണ്. അപ്പോൾ സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കായിരുന്നു ദൈവം എന്ത് മാത്രം കെയറിങ് മനേണ്ണ എനിക്ക് തരുന്നത് ഞാൻ അറിയിക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹസ്ബൻഡ് എന്ന് വെച്ചാൽ നല്ല ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേർക്കുണ്ട് കേട്ടോ. എനിക്ക് അതിലൊരു ആൾ മനേണ്ണ കേട്ടോ. നല്ല ഹസ്ബൻഡാണ് പുള്ളി. മനേണ്ണ എനിക്ക് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് ജയറാമിനോട് മറ്റേ പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിലത്തെ അദ്ദേഹത്തിനകത്ത് എന്നെ കൈവെള്ളയില്ല ശ്രീദേവിയെ കൊണ്ട് നടക്കുന്നത്. ജയറാം പറയില്ല എൻ്റെ കൈവെള്ളയിലോട്ട് കയറിയിരിക്കും ഞാൻ നോക്കാതെ. എന്നെ സത്യം പറഞ്ഞ അതുപോലെ കേട്ടോ. എന്നെ കൈവെള്ളയിലാണ് പുള്ളി കൊണ്ട് നടക്കുന്നത്. ഒരു അച്ഛൻ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നത് അതുപോലെ നല്ല കെയറിങ് കേട്ടോ പുള്ളി. അപ്പോൾ ഞാൻ ഈ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സ് മനേട്ടാ ഇതേ അവൾക്ക് കിട്ടിയ പോലെ എനിക്ക് കൊണ്ട് മേടിച്ചോട്ടേന്ന് ചോദിച്ചോണ്ട് പറഞ്ഞാൽ എന്നെ നീ മേടിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാശ് ചിലവാക്കാത്ത ഒരാളാണ്. എന്നെ അറിയാവുന്ന എൻ്റെ ഫാമിലിക്ക് അറിയാം, അല്ലെ എന്നെ അറിയാവുന്ന എൻ്റെ അടുത്തുള്ളവർക്കറിയാം. ഞാൻ വളരെ കുറച്ച് തുച്ഛമായി മാത്രം ചിലവാക്കുന്ന ഒരാളാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ എപ്പോഴും കിട്ടുമല്ലോ ലൈഫിൽ എന്ന് തോന്നിയപ്പോൾ എനിക്ക് വാങ്ങിച്ചു കേട്ടോ. അമ്മാൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന കടയിൽ നിന്നാണ് ഞാനിത് എടുത്തത്. ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയാണ്. അപ്പോൾ ഞാനിത് എടുത്തപ്പോൾ ആ ചേച്ചിക്കും പിള്ളേർക്കും എല്ലാം സെറ്റായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഗൈസ് അതിൻ്റെ ഒരു കുമ്മേശ്വരം തന്നെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യം എടുത്തെന്ന് പറഞ്ഞില്ലേ എനിക്ക് എക്സൽ ആയിരുന്നു എന്ന്. ഇതായിരുന്നു എക്സൽ കണ്ടോ. ഇത് റേറ്റ് ഒക്കെ ഉണ്ടോ 995 രൂപ. ഇതാണ് ഞാൻ സത്യത്തിൽ എടുത്തത്. എനിക്ക് കാത്തൂന് ഒരുപോലെ എടുത്തത്. ഇത് പിന്നെ എനിക്ക് പാകാത്തതുകൊണ്ട് ഇത് എനിക്ക് ഞങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി. പുള്ളിക്കാരിക്ക് എക്സൽ സൈസ് മതി. അപ്പോൾ ഇത് ചേട്ടൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഈ എക്സൽ ഇതിൻ്റെ ഷോൾ എല്ലാം മാറിപ്പോകും അല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് അതങ്ങനെ ഒരു സെറ്റ് എടുത്തത് വെച്ചു. പിന്നെ ഇതാണ് എൻ്റെ ചേച്ചിക്ക് എടുത്തത്. ഈ കളറ് ഇതിൻ്റെ സ്കേർട്ട് നല്ലത് കേട്ടോ ഗൈസ്. അതിൻ്റെ സ്കേർട്ട് അതിൻ്റെ അത് തന്നെ ഷോൾ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഷോൾ ഉണ്ട്. ഇതാണ് ഷോൾ. ഇതാണ് അവൾക്ക് എടുത്തിരിക്കുന്നത്. പിന്നുള്ളത് ഇത് കൊച്ചിനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല ഇതെൻ്റെ കൊച്ചിനായ കാത്തൂന് എടുത്താണ്. കാത്തൂന് എടുത്തപ്പോൾ തന്നെ സെയിം പാറൂന് എടുത്തേക്കണത്. ഇത് അവർക്ക് രണ്ടിനും സെയിം ആയിട്ട് തന്നെ കിട്ടി. ഇതിൻ്റെ ഷോളോ അവർക്ക് സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നുള്ള ആൾ ഞങ്ങളുടെ ഈ പറഞ്ഞ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് എടുത്താണ്. ചേട്ടൻ്റെ 2 പിള്ളേരുണ്ട്, മാളും മീനും. ഇത് ഞങ്ങളുടെ മീനുവിനെടുത്താണ്. അവർക്ക് ഇച്ചിരി രണ്ടുപേരും നല്ല പൊക്കമുള്ളവർ. അപ്പോൾ അവർക്ക് സ്കേർട്ടിന് ഇറക്കം കിട്ടേണ്ടത് നമുക്കങ്ങനെ സൈസ് അറിയത്തില്ല. അതുകൊണ്ട് ഇത് 36 അവർക്ക് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബ്ലൗസൊക്കെ പാകമാക്കണമായിരിക്കും. ചേച്ചി രാവിലെ വിളിച്ചിട്ട് ചേച്ചി ഫോൺ എടുത്തില്ല. അപ്പോൾ അന്നേരം ഒന്ന് കട്ടേരക്കായിരിക്കും, ചേച്ചി കടയിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ചോദിച്ചിട്ട് വേണം അതിൻ്റെ ഇതാണ് അവർക്ക് എടുത്തേക്കുന്നത്. അത് സെയിം തന്നെ എടുത്താൽ മതി, മൂത്തയാക്കുമെന്ന് പറഞ്ഞ്. അവർക്ക് ഇത് കറക്റ്റ് അളവായിരിക്കും. കാര്യം അവർക്ക് 38 എടുത്തിരിക്കുന്നത്. 38 അവർക്ക് പാകമാണ്. മൂത്തയാൾക്ക് പാകമാണ്. അവർക്ക് നല്ല പൊക്കമുണ്ട്. അപ്പോൾ അവർക്ക് ഇത് പാകമായിരിക്കും. അങ്ങനെ അവർക്ക് 2 പേർക്കും 36ഉം 38. അപ്പോൾ ഇത്രയാണ് ഡ്രസ്സ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ് എൻ്റേത് വരുന്നത് ഗ്രീനാണ് ഗൈസ്. ഗ്രീനാണ് എനിക്ക് കിട്ടിയ XXL. ഇത് പാകമാക്കണമല്ല, കയ്യൊക്കെ വെച്ച് ഷേപ്പ് അടിച്ചൊക്കെ വരണം. അപ്പോൾ ഇത്രേ ഉള്ളൂ.